ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പണായിട്ട് വരുമ്പോൾ കാണുന്ന മെനൂസാണ് ഹോം, ഇൻസർട്ട്, പേജ്, ലേഔട്ട്, ഡിസൈന്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ. ഇതിലെ ഫസ്റ്റ് മെനു ആണ് ഹോം. ഹോം മെനുവിന് തന്നെ അതിൻ്റെ സബ് പാർട്ടുണ്ട്: ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല്, എഡിറ്റിംഗ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷനാണ് പേസ്റ്റ്. This option is used to paste the copied items. ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാനാണ് ദിസ് ഓപ്ഷന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യൂട്യൂബ് ഈസ് ആൻ ഓൺലൈൻ വീഡിയോ പ്ലാറ്റ്ഫോം ഓണേഡ് ബൈ ഗൂഗിൾ. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാതെ തന്നെ ഈ സെൻറ്റൻസിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+V. ക്ലിപ്ബോർഡിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് കട്ട്. ഇതൊരു കത്രികയുടെ സിമ്പിളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു മൂവ് ദ സെലക്റ്റഡ് ഐറ്റം ഇൻ ടു അനദർ ലൊക്കേഷൻ. സെലക്ട് ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ ടെക്സ്റ്റിനെ നമുക്ക് മൂവ് ചെയ്ത് അനദർ ഒരു ലൊക്കേഷനിലേക്ക് മാറ്റാനാണ് കട്ട് എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിളിൽ മൂവ് എന്ന വേർഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് അവിടുന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് മാറിയിരിക്കും. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+X. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് കോപ്പി. This option is used to copy the selected item into another location. സെലക്ട് ചെയ്ത കോപ്പി ഐറ്റംസിനെ അനദർ ലൊക്കേഷനിലേക്ക് മാറ്റാനാണ് ദിസ് ഓപ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+C. നാലാമത്തെ ഓപ്ഷനാണ് ഫോർമാറ്റ് പെയിൻറ്റർ. ഇതൊരു ബ്രഷിൻ്റെ സിമ്പിളാണ് അതിനകത്തുള്ളത്. ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ആൻഡ് അപ്ലൈ ഇൻ ഇറ്റ് അനദർ ലൊക്കേഷൻ. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+C. ഇവിടെ ഈ ഡെഫിനിഷന് ഞാൻ 2 ഫോണ്ടാണ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. അതിനെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്ററിൽ എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരേ സെയിം ഫോണിലാക്കാൻ വേണ്ടി ഏതാണോ ആക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്ററിൽ ഓപ്ഷൻ എടുത്താൽ ആ സെൻറ്റൻസും അല്ലെങ്കിൽ ആ വേർഡും ആ സെയിം ഫോണ്ടിൽ തന്നെ വരും. അതൊരു സിംഗിൾ വേർഡായി ആയാലും നമുക്കതിനെ മാറ്റാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.